ലോറൻസ് ബിഷ്ണോയി സംഘത്തെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച കനേഡിയൻ സർക്കാർ നേരത്തെ കനേഡിയൻ സുരക്ഷാ ഉപദേഷ്ടാവുമായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബിഷ്ണോയി സംഘം അന്തർദേശീയ ഭീകര സംഘടനയാണെന്ന് കാനഡ. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇടപെടൽ, പിന്നീട് വരുന്ന നടപടികളൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനവും പ്രഖ്യാപനം തന്നെയാണ് കനേഡിയൻ സർക്കാർ എടുത്തിരിക്കുന്നത്. ഈ ബിഷ്ണോയ് സംഘം അത് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഇന്ത്യയാണെന്നുള്ള ഒരു കാര്യം കൂടി അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അന്തർദേശീയമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഈ ലോറൻസ് ബിഷ്ണോയ് സംഘം. അതുകൊണ്ട് അവരെ ഭീകര സംഘടനയായി സ്വന്തം രാജ്യത്തും പ്രഖ്യാപിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ ഖലിസ്ഥാൻ വാദികളായിട്ടുള്ള നിജർ ഉൾപ്പെടെയുള്ളവരുടെ കൊലപാതകത്തിന് പിന്നിൽ ഈ ബിഷ്ണോയ് സംഘത്തിന്റെ അടക്കം പങ്ക് മുൻപുണ്ടായിരുന്ന ട്രൂഡോ സർക്കാർ അടക്കം സംശയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അടക്കം അവർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇന്ത്യ അതെല്ലാം നിഷേധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. വലിയ തരത്തിൽ ട്രൂഡോ ഈ ഇന്ത്യ ബിഷ്ണോയ് സംഘത്തെ ക്വട്ടേഷനായി ഏൽപ്പിക്കുകയാണ് പല കൊലപാതകം നടത്താൻ വേണ്ടി എന്നൊക്കെ പല വാദങ്ങളും ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇന്ത്യ ഈ ബിഷ്ണോയ് സംഘത്തെ പൂർണ്ണമായും തള്ളിയിരുന്നു. ഒപ്പം തന്നെ ഒരു ക്രിമിനൽ ഗ്യാങ്ങായി തന്നെയായിരുന്നു ഇന്ത്യ വ്യക്തമാക്കിയത്. എന്തായാലും കുറച്ചു ദിവസം മുൻപാണ് ഈ കനേഡിയൻ സുരക്ഷാ ഉപദേഷ്ടാവുമായി ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇപ്പോൾ ആ പ്രഖ്യാപനവും വരികയാണ്. കനേഡിയൻ സർക്കാർ ബിഷ്ണോയ് സംഘത്തെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ലോറൻസ് ബിഷ്ണോയ് സംഘത്തെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച് കനേഡിയൻ സർക്കാർ.